ഇവിടെ കണ്ടായിരുന്നല്ലോ അവൻ പറഞ്ഞത്. ചേട്ടാ പുല്ലൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതെ ചേട്ടാ, തങ്ങൾപ്പാറ മരുതുമുത്തയ്യർ പുള്ളിയുടെ വീടെന്ന് പറഞ്ഞുതരാം. അതാര്? ഈ ദേഹണ്ണക്കാരില്ലേ കല്യാണത്തിനൊക്കെ ഉള്ള. നേരെ പോയിട്ട് റൈറ്റ് തിരിച്ചു. പറഞ്ഞ അഡ്രസ് ഇതാണല്ലോ. ചേട്ടാ എന്താ കുട്ടിയെ? ചേട്ടാ ഈ തങ്ങൾപ്പാറ മരുതുമൊണ്ണ. മരുന്നുമൊണ്ണയോ? അല്ല, മരുതയ്യർ. ഇതന്നെ ഒരു കല്യാണക്കാര്യത്തിന് വന്നിയായിരുന്നു. ഈ കല്യാണം വിളിക്കാനായിരിക്കും ഇല്ലേ? കല്യാണത്തിന് പാചകത്തിന്. സത്യാണോ ഈ പറയണേ? അതെ. നമ്മളെ പറ്റി എല്ലാം അറിഞ്ഞിട്ടാണോ കുട്ടികളെ? അതെ, നിങ്ങളെ പറ്റി എല്ലാം അറിഞ്ഞിട്ട് തന്നെ. തിരുമേനി ഇങ്ങോട്ട് വരിക. യുറേക്ക യുറേക്ക. പട്ടിണി എടുത്ത് ചാവാറായപ്പോളാ ദേവനിഷ്ഠയം പോലെ ഒരാടെ നമ്മുടെ മുന്നിൽ വന്നത്. ഇങ്ങോട്ട് വരിക. വരുവാ ഉണ്ണിയെ, എല്ലാം നാം കേട്ടിരിക്കണു. മരുതുമുത്തയ്യർ. ആ, നാം തന്നെ. അല്ല, എന്നാ കല്യാണം? എല്ലാം അറിഞ്ഞിട്ട് കൂടെ എന്ന് ചതിക്കുന്നോടാ പട്ടി. എടാ പൊട്ട, എല്ലാം നിനക്ക് വേണ്ടിയാണ്. ഐ ക്യാൻ എക്സ്പ്ലെയിൻ. മോനെ, നമ്മുടെ സദ്യയുടെ കാര്യം. എടാ അമ്മ ഒന്ന് മിണ്ടായിരിക്കും, എല്ലാം ഞാൻ പറയാം അങ്ങോട്ട്. എടാ നിനക്കറിയാം എന്റെ മുറപ്പൻ സാവിത്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മാവനോടുള്ള പേടി കൊണ്ട് മാത്രം എന്റെ ഇഷ്ടം ഞാൻ ഇതുവരെ പറയാതിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ആ കാലൻ അമ്മാവനുണ്ടല്ലോ, പോയി അവൾക്ക് കല്യാണം ആലോചിച്ച് വെച്ചേക്കുന്നു. എനിക്ക് അതല്ല വിഷമം. എല്ലാം അറിയാവുന്ന നീ അവളുടെ കല്യാണത്തിന് കാറ്ററിംഗ് സെറ്റാക്കാൻ പോകുന്ന കുട്ടിയെ. നമുക്ക് പായസം എത്ര തരാ വേണ്ടേ? ഇപ്പൊ 2 എണ്ണം അല്ലേ കിട്ടിയേ, അപ്പൊ 2 എണ്ണം ആയിരിക്കും. ഏയ്, ഇങ്ങനെ പോക്കെങ്കിൽ പായസത്തിന്റെ എണ്ണം കൂടാനും ചാൻസ് ഉണ്ട്. നീ ഇവിടെ വന്നേ. ഹലോ. എടാ പൊട്ട, ഇവരൊരു പ്രത്യേകതര ശാപം കിട്ടിയ ദേഹണ്ണക്കാരാ. എന്ന് വെച്ചാ എടാ പണ്ട് ഇവരുടെ പൂർവികർക്ക് ഏതോ രാജാവിനെ എന്തോ ശാപം കിട്ടി. എടാ അതിനുശേഷം ഇവര് പാചകം ചെയ്യുന്ന ഏതെങ്കിലും കല്യാണത്തിന് പപ്പടം എങ്ങാനും പൊടിഞ്ഞ ആ കല്യാണമേ മുടങ്ങിപ്പോ. അതാ ചരിത്രം. ആശാരെ, ഞാൻ പോവാ. അവൻ പോയി. ആര്? എന്റെ കുഞ്ഞമ്മയുടെ മോര് ബൈക്ക് പെടത്തിയത് രാവിലെ. ആശാനെ അനുഗ്രഹിക്കണ. മരണത്തിന് അനുഗ്രഹവും. അപ്പൊ പപ്പടം പൊടിച്ച് ഇല വെക്കുന്നതിന് മുമ്പ് പപ്പടം പൊടിഞ്ഞ കല്യാണം മുടങ്ങുമല്ലയോ? അതെ. അപ്പൊ ഇവരെ വിളിക്കുന്നു, പപ്പടം പൊടിക്കുന്നു, കല്യാണം മുടക്കുന്നു. ആ ഗ്യാപ്പിൽ ഞാൻ സാവിത്രിയെ കെട്ടുന്നു. ഈ ഗ്യാപ്പിൽ കൂടെ ഞാനെന്ന് പൊക്കോട്ടെ. താനവിടെ പോന്നു. കുഞ്ഞമ്മയുടെ മോൻ മരിച്ചു പോയി. അപ്പൊ ഞങ്ങളുടെ കല്യാണോ? പുള്ളി നോക്കിക്കോളും. ഞാനത് അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പം അഡ്വാൻസ് അങ്ങോട്ട് തരുന്നു, നമ്മളിത് അങ്ങോട്ട് ഫിക്സ് ചെയ്യുന്നു. മക്കളെ, നമ്മളിപ്പോ എങ്ങോട്ട് പോവാ? അയ്യർ തിരുമേനി, നമ്മളിപ്പോൾ അമ്മാവനെ കാണാൻ പോവുകയാണ്. അമ്മാവ, ഞാൻ ഉന്നത കുല ജാതനായിട്ടുള്ള ഒരു അയ്യര് തിരുമേനിയാണ് പാചകം ഏൽപ്പിച്ചേക്കുന്നത്. കെങ്കേമോ ആയിരിക്കും. ആണോടാക്കളെ? പുള്ളിക്കാണ് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ പുള്ളി എടുത്ത് ചോദിക്കും എല്ലാം അറിഞ്ഞിട്ടാണോ വിളിച്ചതെന്ന്. അപ്പൊ ആണെന്നങ്ങ് പറഞ്ഞേക്കണം. അത് നമ്മൾ ഏറ്റടാക്കളെ. നമസ്കാരം, കണ്ടത് വലിയ സന്തോഷം. നോമിനും അല്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ എന്നെ ക്ഷണിച്ചത്? അയ്യോ, അറിയാവേ, ആ ഒരൊറ്റ കാരണം കണ്ട തിരുമേനിയെ ഞാൻ ഈ പരിപാടി ഏൽപ്പിച്ചത്. ഹലോ ഗയ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. അല്ല, അതാരാണ് ആ തള്ളച്ചി? അതെന്റെ മോളാ, കല്യാണ പെണ്ണ്. വലിയ യൂട്യൂബറാ, 2 മില്യൺ സബ്സ്ക്രൈബർ ഒക്കെ ഉള്ള. കേട്ടിട്ടില്ലേ? സാവത്രി അണ്ടകടാളം മോഗ്. 2 മല്ലി വരാ, ഒരു 10 കിലോ മല്ലിയെങ്കിലും വേണം. നമ്മള് സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നയാന്നേ. അപ്പൊ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഇന്ന് രാവിലത്തെ ഫുഡ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അച്ഛാ, ഇന്ന് ഫുഡ് എന്തുവാ? മുള ഉടച്ച പഴുങ്ങിഞ്ഞി. Oh my god, cold water rice with a toasted salt fish. അപ്പൊ നമുക്ക് ആ ഫുഡ് കഴിച്ചിട്ട് വരാം. Again, bye from സാവിത്രി അണ്ടകടാകം വ്ലോഗ്സ്. ഉണക്കമീനും പഴുങ്ങിഞ്ഞി എന്റെ മോള് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത് കണ്ടിരുന്നു. അപ്പൊ ശരി എന്നാ, ഇനിയെല്ലാം കല്യാണത്തിന്റെ അന്ന്. മുഹൂർത്തത്തിന് മുമ്പ് നമുക്ക് 4 വണ്ടിയെങ്കിലും വേണം. 8 മണിക്ക് തന്നെ കൂടെ തുടങ്ങിയേക്ക്. നീ എന്തോ ഇപ്പഴേ വെള്ളമൊക്കെ ഇട്ട്? അല്ല, കല്യാണം എന്തായാലും മുടങ്ങുമല്ലോ. അപ്പൊ ഞാൻ വേണമല്ലോ അവളെ കെട്ടാൻ. അപ്പൊ അവിടെ കേറിയിരിക്കുമ്പം വെള്ളയൊക്കെ ആകുമ്പോ ഒരു ഗുമ്മല്ലേ. അപ്പൊ പെട്ടെന്ന് തന്നെ തിരക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഡ്രസ്സിന് വേണ്ടിട്ട്. പ്രിപ്പയർ ആയിട്ട് ഇങ്ങനെ വന്നതാ. ഓ കൊച്ചു കള്ളം. നീ പിന്നെ മണ്ടാതി തന്നെ ആണ് കേട്ടോ. കല്യാണം മുടങ്ങുന്ന അപ്പൊ തന്നെ നീ ഒരു കൊച്ചിനെ കെട്ടണം. നീ കല പറയുന്നത് മാറാനേ പോകരുത്. പപ്പട എപ്പ പൊള്ളിച്ചിട്ടാലും അപ്പൊ തന്നെ പൊട്ടിച്ചേക്കണം. എല്ലാ പപ്പടവും പൊട്ടിക്കണം. അത് പിന്നെ പറയണോളി, എന്റെ കൊക്കരി പപ്പടം ഞാൻ പൊട്ടിച്ചിരിക്കും. ഓക്കെ ബൈ. അങ്ങോട്ട് പോടാ, അവിടെ കല പറ പോടാ. എടാ മക്കളെ, സദ്യ ഏകദേശം എല്ലാം റെഡി ആയല്ലോ. 8 മണി തൊട്ടേ ആദ്യത്തെ പന്തി തുടങ്ങണമെന്നാ മുതലാളി പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടേ ലാസ്റ്റ് പപ്പടം പൊള്ളിച്ചാ അത് ലാസ്റ്റ്. ഹലോ മിസ്റ്റർ ഷെഫ്. പാക്കരാ, മൂക്കളെ വലിപ്പിച്ചോട്ട് നടന്ന നീ ഇതെന്തൊരു മാറ്റം? എടാ, ഞാനിപ്പോ ഒരു വെബ് ഡെവലപ്പറാ. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി തരട്ടെ, തന്റെ ഊള ഫുഡൊക്കെ വിൽക്കാം. ഇതെങ്ങനെ?
ഹലോ. ഹലോ സാർ, എൻട്രി എലിവേറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. അഖിലൊരു കോഡിങ്ങിന്റെ കോഴ്സിനെ പറ്റി എൻക്വയറി ചെയ്തില്ലേ? അതെ, എനിക്ക് ഈ വെബ് ഡെവലപ്മെന്റ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ അതെനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഇറ്റ്സ് ഓക്കെ. എൻട്രിയിൽ വെബ് ഡെവലപ്മെന്റ്, പൈത്തൺ പ്രോഗ്രാമിംഗ്, ഡാറ്റാ സയൻസ് ആൻഡ് ML കോഴ്സിന്റെ അടുത്ത ബാച്ച് തുടങ്ങുന്നുണ്ട്. ബേസിക് മുതലുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകൾ ഈ കോഴ്സിലുണ്ട്. അത് മാത്രമല്ല, ഗൂഗിൾ, സാംസങ്, ടെക്സ കമ്പനിയുടെ എക്സ്പെർട്സ് അഖിലിനെ ഗൈഡ് ചെയ്യും. പിന്നെ പ്രാക്ടിക്കൽ പ്രൊജക്ട്സും ഉണ്ട്. പിന്നെ US-ലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടെക് യൂണിവേഴ്സിറ്റി ആയ ഇലിനോസ് ടെക്കിന്റെ സർട്ടിഫിക്കേഷനും ഉണ്ട്. അപ്പൊ പഠിച്ചു കഴിഞ്ഞ് ജോലിയോ? ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഉണ്ട്. സോ അതിനെപ്പറ്റി പേടിക്കേണ്ട കാര്യമേ ഇല്ല. ശരി. ഓക്കെ. ഇനിയിപ്പോ ഇവിടെ എന്താ പറയും? ഐഡിയ ഉണ്ട്. വേണ്ടേ, പപ്പടം റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂക്ഷിച്ചേ വിളമ്പാവും. പപ്പടം ഇവിടെ നിന്ന് പപ്പടം ഞാൻ വിളമ്പിക്കോളാം. മോനെ പരുന്നില്ല, ഇവൻ വിളമ്പിക്കോളൂ. പപ്പടവേ സൂക്ഷിച്ച് വിളമ്പേണ്ട സാധനമാ. നീ വിളമ്പിയാ മതി. അങ്ങോട്ട് മാറിക്കേട്ടാ പോ. പപ്പടം എങ്ങനെയും പൊട്ടിക്കണല്ലോ ഈശ്വര. ഒരു കാര്യം ചെയ്തിട്ട് പപ്പടം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മാറുമ്പോൾ നമ്മുടെ കാറ്ററിംഗിന്റെ പേര് അവിടെ എഴുതി കാണിക്കുന്നത് എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? അവിടെ കാണാൻ മിണ്ടായിരുന്നില്ലെങ്കിൽ വേണ്ട പപ്പടം എടുത്തിന്റെ അണ്ണാക്കിൽ അടിച്ചു തരും കേട്ടോ. അവൻ ഇതുവഴി ഇപ്പൊ വരും. ഈ എണ്ണ എടുത്ത് ഒഴിക്കട്ടെ, തെങ്ങി അടിച്ച് വീഴട്ടെ. ഇവിടെ അല്ലായിരുന്നോ? ആ സദ്യയിലായിരുന്നോ? ആ വരുന്നു. ഹലോ, എന്നോട് വന്നാലേ രക്ഷപ്പെടാം. എന്റെ അസിസ്റ്റന്റ് ആക്കാം. ഈ കല്യാണം എന്തായാലും മുടക്കത്തില്ലേ? അപ്പൂപ്പന്റെ കല്യാണം മുടങ്ങുന്നേ. തരത്തിലടാ പട്ടി. അയ്യോ, പപ്പടം പൊടിഞ്ഞ്. കല്യാണം മുടങ്ങി. ആശുപത്രി കൊണ്ടുപോടാ. അമ്മാവ, മുഹൂർത്തത്തിന് സമയമായി. മണ്ഡപത്തിലോട്ട് പോയാലോ? നിനക്ക് ഇവളെ ഇഷ്ടമാണ്, എനിക്കറിയാവടാ. കല്യാണക്കാരി ഇവളോട് ഞാൻ പറഞ്ഞപ്പോഴേ ഇവള് സനലിനെ കെട്ടത്തുള്ളു, അതായത് നിന്നെ കെട്ടത്തുള്ളെന്ന്. ഞാൻ അച്ഛനോട് പറഞ്ഞത് കല്യാണത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞാ മതിയെന്ന്. എനിക്ക് കിട്ടാൻ പോകുന്ന അടുത്ത 10 മില്യന്റെ വീഡിയോ ആവുമല്ലോ. ശരിക്കും എനിക്കാണ് വിശ്വസിക്കാനും പറ്റത്തില്ല. സന്തോഷപ്പെട്ടു. അത്രയ്ക്ക് നിനക്ക് ഡൗട്ട് ആണെന്നുണ്ടെങ്കിലേ ഈ മാല കണ്ട അവിടെ കഴുത്തിലോട്ട് അങ്ങിട്ടെ, എന്നിട്ടെ ഇപ്പൊ തന്നെ കിട്ടും. അപ്പൊ ഗയ്സ്, സനലണ്ണ എന്നെ താലി കെട്ടാൻ പോവുകയാണ്. മക്കളെ, വണ്ടി കയറ്റി അടിച്ചു പിടിക്കുവാണെന്നാണ് തട്ടുകൊണ്ട് ഇളക്കി എടുക്കാം.